ഒരു അറബിക്ക് അനർബിയെക്കാളോ അനർബിക്ക് അറബിയെക്കാളോ വലാലി അബിയദ അലാ അസ്വദ, നിങ്ങളുടെ തൊലി നിറം വെളുത്തുപോയതിന്റെ പേരിൽ കറുത്ത ഒരാളെക്കാൾ നിങ്ങൾക്ക് സ്ഥാനമോ കറുത്ത ഒരാൾക്ക് വെളുത്തവനേക്കാൾ സ്ഥാനമോ ഒരിക്കലുമില്ല. ഇല്ലാ ബിത്തഖ്വാ, നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ. ഇല്ലാ ബിത്തഖ്വാ. അവസാന പ്രഭാഷണമാണ് ഹബീബിന്റെ. ഞാൻ നബിയായി വരുന്നതിന്റെ മുമ്പ് പരസ്പരം കലഹിച്ചവരാണ്, തമ്മിൽ തല്ലി കൊന്നവരാണ്, കൊലപാതകം ചെയ്ത് ജീവിച്ചവരാണ്, കൊലപാതകം ഒരു ഹരമായി നടന്നവരാണ്. എന്നാൽ ആ കൊലപാതകങ്ങൾക്ക് ഒരിക്കലും ഇനി നിങ്ങളാരും ജാഹലിയത്തിൽ നടന്ന സംഭവം പറഞ്ഞ് ഇപ്പോൾ പ്രതികാരമെടുക്കരുത്. ആ പ്രതികാരമെല്ലാം എൻ്റെ കാലിന്റെ താഴെ ഞാൻ ചവിട്ടി താഴ്ത്തുകയാണ്. ആരും തമ്മിൽ ശത്രുത പാടില്ല. പുണ്യനബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇസ്ലാം മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് പലിശ കൊടുത്തവരാണ്, വാങ്ങിച്ചവരാണ്, പലിശക്കുമേൽ പലിശ ചെയ്തവരാണ്. ആ പലിശയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മുതലുണ്ട്, പലിശ എടുക്കാൻ പാടില്ല. ഇനി മുതൽ പലിശയുടെ പേര് പറഞ്ഞ് ജാഹിലിയത്തിൽ കൊടുത്ത മുതലിന് പലിശ വേണമെന്ന് ഇവിടെ ചോദിക്കരുത്. എല്ലാം അള്ളാഹുവിന് വേണ്ടി നിർത്തിവെക്കണം. നിങ്ങളുടെ പലിശ ഏർപ്പാടുകളെ ഞാൻ എൻ്റെ കാലിന്റെ താഴെ ചവിട്ടുകയാണ്. ഞാൻ അങ്ങനെ ചവിട്ടിത്താഴ്ത്തുന്ന ആദ്യത്തെ പലിശ എൻ്റെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന്റെ മുമ്പ് പലിശയുടെ ഏർപ്പാടുണ്ടായിരുന്നു. ആ പലിശയെല്ലാം ഞാൻ എൻ്റെ കാലിന്റെ താഴെ ചവിട്ടുകയാണ്. ഇനി പലിശ പാടില്ല, പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് ദിവസങ്ങളെ, മാസങ്ങളുടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിരുന്നു. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാക്കും, ചൊവ്വട്ട് ബുധനാക്കും, ബുധനിട്ടിട്ട് ഞായറാക്കും. സഫർ വരുമ്പോ ഇത് റജബ എന്ന് പറയും, റജബ് വരുമ്പോ ഇത് ഷഅബാന എന്ന് പറയും. അൽയൗമ തദാവലത്തിൽ അയ്യാം കയൗമ ഖലഖസ് സമാവാതി വൽ അർള്. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം അള്ളാഹു എങ്ങനെയാണോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാൾ മുതൽ ദിവസങ്ങൾ തുടങ്ങി വന്നത്, ആ കലണ്ടർ കൃത്യമായും ഇപ്പോൾ പൂർണ്ണമായും നേർരേഖയിൽ വന്നിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച ദുൽഹജ്ജയുടെ ഈ വെള്ളിയാഴ്ച വെള്ളിയാണെന്ന് ഉറപ്പ് വഹയിന്റെ വെളിച്ചത്തിലാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ദിവസങ്ങളുടെ പേര് മാറ്റരുത്, മാസങ്ങളെ മാറ്റിമറിക്കരുത്, അള്ളാഹു നിശ്ചയിച്ച കലണ്ടർ വെച്ച് കളിക്കരുത്. അതൊരു ചോദ്യമായിരിക്കും. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ ശനിയാഴ്ച അല്ലേ, അറബ് പ്രകാരം ഞായറാഴ്ചയായി, ഇന്നിപ്പോ രാത്രി ശനിയാഴ്ച രാത്രിയല്ലേ? എല്ലാവർക്കും സംശയം ഉണ്ടല്ലോ അല്ലേ? ഇന്ന് ശനിയാന്നിലിന് എന്ത് തെളിവെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഒരു കുട്ടി ചോദിക്കും, ഇന്ന് ശനിയാന്നിൽ ഉമ്മ എന്ത് തെളിവാളുള്ളത്? നമുക്ക് തെളിവുണ്ട്. എന്തേ? നമ്മുടെ ഹബീബ് നമുക്ക് കൺഫേം ചെയ്തെന്നു. ഹജ്ജിന്റെ ദിവസം ദുൽഹിജ്ജ, ആ ഒരു വിശുദ്ധമായ അറഫാ ദിനത്തിൽ ഇന്നത്തെ കലണ്ടർ കൃത്യമാണ്. സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്, അൽയൗമ തദാവലത്തിൽ അയ്യാം. ഈ ദിവസം കലണ്ടർ കൃത്യമാണ്, ഇനി മാറ്റരുത്. നമുക്ക് മറുപടി ഉണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇനി ഒരിക്കലൂടെ നിങ്ങളെ ഇങ്ങനെ കാണാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിരിക്കണമെന്നില്ല. അതുകൊണ്ട് പറയട്ടെ, അസ്വലാ അസ്വലാ വമാ മലക്കത് അയ്മാനുക്കും. എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും അള്ളാഹും തമ്മിലുള്ള ഒരു പിടിക്കയറുണ്ട്. അതാണ് 5 നേരത്തെ നിസ്കാരം. അത് നിങ്ങൾ ഒഴിവാക്കരുതേ. മുസ്ലിമായി ജനിച്ച ഒരു ചെറുപ്പക്കാരനും പ്രായപൂർത്തിയായ ഒരാണും പെണ്ണും, ഒരു സ്റ്റുഡന്റും ഒരു വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കണേ. വമാ മലക്കത് അയ്മാനുക്കും. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ടാകും, നിങ്ങളുടെ കൂലിക്കാർ. അന്ന് അടിമ സമ്പ്രദായമുണ്ട്, അടിമകളുണ്ട്. അതിനപ്പുറം നിങ്ങളുടെ ഭാര്യമാർ, അവര് നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ നോക്കണേ, അവരെ നിങ്ങൾ അശ്രദ്ധമാവരുതേ, അവരുടെ കാര്യം നിങ്ങൾ നോക്കണേ. വമാ മലക്കത് അയ്മാനുക്കും. അവരോട് മോശമായി പെരുമാറരുതേ, അവരോട് ക്രൂരമായി സംസാരിക്കരുതേ. ഫഇന്നഹുന്ന, ആ പെണ്ണുങ്ങൾ, അവനുൻ ഇൻദകും, നിങ്ങളുടെ ആശ്രിതരാണ്, അള്ളാന്റെ നാമം വെച്ചുകൊണ്ടാണ്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, ബിസ്മില്ലയും അൽഹംദുലില്ലയും ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ അവരെ നിക്കാഹ് ചെയ്ത് വിവാഹം ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ആ പെണ്ണുങ്ങളോട് മാന്യമായി പെരുമാറണേ. ഇത് പറഞ്ഞിട്ടാണ് ഹബീബ് ലോകത്തോട് വിട പറയുന്നത്. അത്ര മനോഹരമാണ് അല്ലേ?
എന്ത് മനോഹരമായ പ്രസംഗം ഹബീബിൻ്റെ. 20 മിനിറ്റാണ് ഉണ്ടായത്. അതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. മസ്ജിദ് എത്ര മനോഹരമായ പള്ളിയാണ് നമ്മുടെ പള്ളി, പഴംകുളങ്ങര പള്ളി. ആ കുളത്തിൻ്റെ ഒരു ഭാഗം ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ കാണിച്ചു തന്നു. മാഷാ അല്ലാ, ആ പഴയ കുളം അവിടെ ഉണ്ട്. പഴംകുളങ്ങര എന്ന് പറയുന്ന ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന ആ കുളവും മാഷാ അല്ലാ. ആ പള്ളിയൊക്കെ എടുപ്പിച്ചത് നിങ്ങളുടെയൊക്കെ വലിയ സഹായം കൊണ്ടാണെന്നറിഞ്ഞു. 40 ലക്ഷം രൂപ പള്ളിക്ക് വേണ്ടി കൊടുത്ത ഒരാൾ നമ്മുടെ വേദിയിലുണ്ട്. അല്ലാഹുവേ, ചെറുതും വലുതുമായ ശരീരം കൊണ്ടും വിയർപ്പ് കൊണ്ടും സമയം കൊണ്ടും ഒരു വാക്കുകൊണ്ടുപോലും നിന്റെ മസ്ജിദിന്, നിന്റെ ദീനിനെ സഹായിച്ച മുഴുവൻ ആളുകളെയും അല്ലാഹു നീ സഹായിക്കണേ തമ്പുരാനെ. മസ്ജിദ് तो बना दी शब्भर में ईमान की हरारत वालों ने, मस्जिद तो बना दी शब्भर में ईमान की हरारत वालों ने, मन अपना पुराना पापी है बरसों में नमाजी बन न सका. മസ്ജിദുകൾ എത്രയാണ്, റോഡരികൾ, വഴിയോരങ്ങളിൽ, നഗരങ്ങളിൽ, ഗ്രാമങ്ങളിൽ എത്ര മസ്ജിദുകളാണ് പടച്ചവനെ. ഹയ്യ അലസ്സലയും ഹയ്യ അലൽ ഫലാഹും കേൾക്കുമ്പോഴേ ആ മസ്ജിദിൽ കയറി ജമാഅത്തോടുകൂടെ നിസ്കരിക്കുന്ന ഒരു നിസ്കാരക്കാരനായി മാറാൻ എന്നെ കൊണ്ടായില്ലല്ലോ. 100 കണക്കിന് പള്ളികൾ പണി തീർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുസല്ലികളില്ല, നിസ്കരിക്കാൻ ആളെ കിട്ടുന്നില്ല. അങ്ങനെ ആവരുത്. ഏതെല്ലാം മസ്ജിദുകളുണ്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്, അത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന പള്ളിയാണ്. എന്നാൽ അള്ളാഹു എൻ്റെ പള്ളി എന്ന് റബ്ബ് താഴെ പറഞ്ഞ പള്ളിയാണ്. നമ്മുടെ ഹാജിമാർ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു കഴിഞ്ഞ ഹാജിമാർ എത്തിക്കഴിഞ്ഞ വിശുദ്ധമായ അൽ മസ്ജിദുൽ ഹറാമിൽ കിടക്കുന്ന പരിശുദ്ധമായ കഅബാലയം, പരിശുദ്ധ കഅബാലയം. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا ألا تشرك بي شيئا وطهر بيتي بيتي. അല്ലാഹു പറയ എൻ്റെ വീട്. അനശ്വരമായ അല്ലാഹുവിൻ്റെ വചനങ്ങളാണ് ഖുർആൻ. മനുഷ്യന്റെ കൈകടത്തലുകൾ ഇന്നും ഇനി ഒരിക്കലും ഇടപെടാൻ പോകാത്ത അല്ലാഹു സംരക്ഷിച്ച വിശുദ്ധമായ വചനങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന വചനങ്ങളാണിത്. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود وأذن في الناس بالحج وأذن في الناس بالحج وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. വിശുദ്ധമായ കഅബാലയത്തിന്റെ അസ്ഥിവാരങ്ങൾ BC 8000 സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പടുത്തുയർത്തുകൊണ്ടിരിക്കുമ്പോൾ ربنا تقبل منا إنك أنت السميع العليم. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന, ഞങ്ങളുടെ ഈ മസ്ജിദ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നീ സ്വീകരിക്കണമേ. പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം നബി ദുആ ചെയ്തു. പണി കഴിഞ്ഞതിന് ശേഷമല്ല, പള്ളിയുടെ പണി നടക്കുമ്പോൾ ചെയ്ത ദുആയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا اجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. കഅബാലയത്തിന്റെ അസ്ഥിവാരങ്ങൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ വന്യവയോധികനായ 100 വയസ്സിനോടടുത്ത ഇബ്രാഹിം അലൈഹിസ്സലാം, 12-13 വയസ്സ് പ്രായമുള്ള ഇസ്മായിൽ അലൈഹിസ്സലാം കല്ലുകൾ വാപ്പയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് സ്വർഗലോകത്ത് നിന്ന് ഇറക്കപ്പെട്ട മഖാം എന്ന് നമ്മൾ ഇന്ന് കാണുന്ന ആ കല്ലിന്റെ മുകളിൽ കയറി നിന്ന് കഅബാലയത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തുന്ന കഥയാണ് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
പണി നടക്കുമ്പോഴും പറഞ്ഞെന്നു കഥ. പണി കഴിഞ്ഞതിന് ശേഷവും ആ പിതാവും ആ പുത്രനും ദുആ ചെയ്ത ദുആയാണ് റബ്ബനാ, ഞങ്ങളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, ഞങ്ങളെ പരിപാലിക്കുന്ന റബ്ബേ. ഞങ്ങൾ സൃഷ്ടികളാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ സസ്യലതാദികൾ മുളക്കണ പോലെ മുളച്ചു പൊന്തിയതല്ല റബ്ബേ, നീ ഞങ്ങളെ സൃഷ്ടിച്ചതാണ്. സസ്യലതാദികളും നീ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. സൃഷ്ടിച്ച് ഞങ്ങൾക്ക് ജീവൻ തന്നാൽ മാത്രം പോരാ, നിലനിൽക്കാൻ ആവശ്യമായ സസ്റ്റനൻസ്, വായു വേണം, ഭക്ഷണം വേണം, വെള്ളം വേണം, ചുറ്റുപാട് വേണം, അന്തരീക്ഷം വേണം, കിടന്നുറങ്ങാൻ കിടപ്പാടം വേണം. ഇതൊക്കെ തരുന്നവന് വിളിക്കുന്ന പേരാണ് റബ്ബ്. അതാണ് അല്ലാഹു. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ. റബ്ബന എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മളായിട്ട് ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. വി ആർ ഹെൽപ്ലെസ്. അല്ലാഹു തന്ന اللهم إنا نبرأ من حولنا وقوتنا ونلجأ إلى حولك وقدرتك. പടച്ചവനെ, ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല റബ്ബേ, കഴിവുകളും സിദ്ധികളും നീയാണ് പടച്ചവനെ നൽകുന്നത്. അല്ലാഹു നൽകുന്ന കഴിവുള്ളൂ, അല്ലാഹു നൽകുന്ന കഴിവുള്ളൂ. ആ റബ്ബിന്റെ നിഅമത്തിന്റെ അനുഗ്രഹങ്ങളുടെ ആ പേമാരി വർഷമെങ്ങാനും നിന്നുപോയാൽ നമ്മൾ ഒന്നുമല്ല. ചെറുപ്പക്കാർ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ സിരകളിലോടുന്ന ചുടുരക്തം പലതും തോന്നും, പലതും വിളിച്ചു പറയാൻ തോന്നും, പലതരത്തിലും ജീവിതം മുടിച്ചു തീർക്കാൻ നിങ്ങൾക്ക് തോന്നിയേക്കും. മറന്നു പോകല്ലേ, ഇതെല്ലാം നൈമിഷികമായ കാലങ്ങൾ. യൗവനം പെട്ടെന്ന് കഴിയും, കുട്ടിക്കാലം പെട്ടെന്ന് തീരും, വിദ്യാർത്ഥി ജീവിതം കഴിയും. വാർദ്ധക്യത്തിലേക്ക് വരാൻ വളരെ പെട്ടെന്നാണ് സമയമെടുക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിലും എളുപ്പത്തിൽ. നമ്മളുടേതായിട്ട് എന്താ ഇവിടെ ഉള്ളത്? നമ്മളായിട്ട് വന്നതല്ല, അള്ളാഹു കൊണ്ടുവന്നതാണ്. നമ്മളായിട്ട് ഇവിടെ നിന്ന് പോവുകയുമല്ല, അള്ളാഹു നമ്മളെ കൊണ്ടുപോവാണ്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാ وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير. അധികാരങ്ങളുടെ അധികാരിയായ റബ്ബേ, എത്ര രാജാക്കന്മാരുടെ, എത്ര ഗവൺമെന്റുകൾ ഇവിടെ കഴിഞ്ഞുപോയി, എത്ര പ്രസിഡന്റുമാർ മണ്ണിലേക്ക് നീങ്ങി കഴിഞ്ഞു, എത്ര പ്രധാനമന്ത്രിമാർ, എത്ര രാഷ്ട്രപതിമാർ, എത്ര എത്ര വലിയ വലിയ സ്വേച്ഛാധിപതികൾ ഒക്കെ കഴിഞ്ഞുപോയിലൊക്കെ മണ്ണിനുള്ളിലാണ്. ഇപ്പം നമ്മളിവിടെ മണ്ണിൻ്റെ മുകളിലുണ്ട്, ഇനി നമ്മളും മണ്ണിലേക്ക് ചേരും. വേറെ കുറേ ആൾക്കാർ ഇവിടെ വന്നിരിക്കും. അപ്പം നമ്മളൊക്കെ മണ്ണിലായിട്ടുണ്ടാവും. തുച്ഛമായൊരു ചെറിയ ജീവിതത്തിലേക്ക് റബ്ബ് പറഞ്ഞയച്ച്, ആ പറഞ്ഞയച്ച ദൗത്യം എന്താണെന്നറിയുമോ? ആരാണോ ജീവൻ തന്നത്, ആരാണോ ശരീരം തന്നത്, ആരാണോ തലച്ചോറിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ന്യൂറോ സെല്ലുകള്, ഞരമ്പുകള് അള്ളാഹു നമ്മുടെ തലയോട്ടിക്കുള്ളിൽ വെച്ച് തന്നത് ആരാണോ, ആ പടച്ച തമ്പുരാൻ ആദ്യ മനുഷ്യന്റെ കൈകളിൽ കൊടുത്ത ജീവിക്കാനുള്ള മാർഗരേഖയാണ് ഇസ്ലാം. ആ പുണ്യദീനാണ് അഷ്റഫുൽ ഖൽഖ് നമ്മുടെ കൈകളിലേക്ക് തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് കൊണ്ടൊരു നുണ പോലും പറയാത്ത വിശുദ്ധരായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷങ്ങൾക്ക് ശേഷം നുബുവത്ത് ലഭിച്ച് 23 കൊല്ലം കൊണ്ട് രാജ്യങ്ങളെ അല്ല മനുഷ്യ തലമുറകളെ മാറ്റാൻ കഴിഞ്ഞ പ്രതിഭാധനനായ അള്ളാഹുവിന്റെ റസൂൽ കേവലം ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ സാധിക്കോ? 23 കൊല്ലം നമ്മുടെ മഹലിന്റെ പ്രസിഡന്റായി എന്ന് വിചാരിക്കുക. നമ്മുടെ മഹലിൽ വല്ല മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ? 23 കൊല്ലം കൊണ്ട്. നിങ്ങളൊരു ഭരണാധികാരി എന്ന് വിചാരിക്കുക, 23 കൊല്ലം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അടിച്ചേൽപ്പിക്കല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നാൽ പോലീസുകാരില്ലാതെ, പട്ടാളക്കാരില്ലാതെ 23 വർഷം കൊണ്ട് സംസ്കാരങ്ങളെ മാറ്റിയവരാണ് നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി നബിയാണെന്നതിന്റെ തെളിവെന്ത് വേണമെന്ന് ചോദിക്കുന്നവർക്ക് ഈ ഒരൊറ്റ തെളിവിനപ്പുറം ഇനി എന്ത് വേണം? 23 വർഷം കൊണ്ട് സംസ്കാരങ്ങളെ തിരിച്ചെഴുതിയ നബി. അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു, അഖൂക ഈസാ ദഅ മൈതൻ ഫഖാമ ലഹു വഅൻത അഹ്യൈത അജ്യാലൻ മിനർ റിമമി. അങ്ങയുടെ മുമ്പ് കഴിഞ്ഞു പോയ നബി ഈസ നബി അലൈഹിസ്സലാം മരിച്ചു കിടന്ന മയ്യിത്തിനോട് കുംബി ഇതിനില്ല,
അള്ളാന്റെ സമ്മതത്തോടുകൂടെ എഴുന്നേൽക്ക് മയ്യത്തെ എന്ന് പറഞ്ഞപ്പോ ജീവൻ തുടിച്ച് എഴുന്നേറ്റിട്ടുണ്ട്. അത് അത്ഭുതം തന്നെയാണ് നബിയെ. ഈസാ നബി ജീവൻ കൊടുത്തിട്ടുണ്ട് അള്ളാന്റെ അനുമതിയോടുകൂടെ, ഒറ്റക്കല്ല, അള്ളാന്റെ അനുമതിയോടുകൂടെ വിരലെണ്ണാവുന്ന ആളുകൾക്ക്. ആ അത്ഭുതത്തെക്കാളും എത്ര വലിയ അത്ഭുതമാണ് സംസ്കാരമില്ലാതെ ചത്തുകിടന്ന തലമുറകൾക്കല്ലയോ നബിയെ നിങ്ങൾ ജീവൻ കൊടുത്തത്. ആ കവിതയുടെ അർത്ഥമാണത്. ജീവച്ഛവമായി കിടന്ന മനുഷ്യന് ജീവൻ കൊടുത്തതിനേക്കാളും വലുതല്ലയോ മില്യൺ കണക്കിന് ആളുകൾക്ക് ബില്യൺ 1.7 ബില്യൺ മുസ്ലിമീങ്ങൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന്. എത്ര ആളുകൾ കഴിഞ്ഞുപോയി, ഇനി എത്ര വരാനിരിക്കുന്നു? ഇവരുടെയൊക്കെ ഊർജവും ആവേശവും മദീനയുടെ ഉടമസ്ഥൻ ഹബീബായ നബി, മദീനയുടെ നൂറ്, ലോകത്തിന്റെ നൂറ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇസ്മായിൽ നബിയുടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വംശപരമ്പരയിലാ വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണോ ഹജ്ജിന് വേണ്ടി വിളിച്ചു പറഞ്ഞത്, അത് നമ്മുടെ ഹബീബിന്റെ വല്ലിപ്പയാണ്. അതായത് അവരുടെ മകൻ ഇസ്മായിൽ നബി. ഇസ്മായിൽ നബിന്റെ ഉപ്പയല്ല ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ശേഷം 2 വഴികളിലൂടെയാണ് പ്രവാചകന്മാർ വരുന്നത്. ഒന്ന് ഇസ്മായിൽ നബിയിലൂടെ, മറ്റൊന്ന് ഇസ്ഹാഖ് നബിയിലൂടെ. ഇസ്ഹാഖ് നബിയിലൂടെ വന്ന 100 കണക്കിനല്ല 1000 നബിമാർ ഇസ്ഹാഖ് നബിന്റെ പരമ്പരയിൽ. ഇസ്മായിലി പരമ്പരയിൽ വന്ന ഒരേ ഒരു നബി, അതാണ് മക്കയിൽ നുബുവത്ത് കിട്ടിയ ഒരേ ഒരു പ്രവാചകൻ എന്ന് ചരിത്രം പറയുന്ന. എവിടെയാണോ കഅബയുള്ളത്, എവിടെയാണോ ഹജ്ജ് നടക്കുന്നത്, ആ നഗരിയിൽ വെച്ച് നുബുവത്ത് കിട്ടിയ ഒരു നബിയേ ഉള്ളൂ. അത് അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിൽ നബിക്ക് എവിടെ നുബുവത്ത് കിട്ടി നമുക്കറിയില്ല. പുണ്യ നബിക്ക് നുബുവത്ത് കിട്ടിയത് മക്കയിലാണ്, പാറാൻ കുന്നുകളിലാണ്, ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ. എന്തിനെന്നറിയോ? കഅബാലയം ലോകാവസാനം വരെയുള്ള അള്ളാഹുവിനെ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ആരാധനയുടെ ദിശയാണെങ്കിൽ, ഡയറക്ഷനാണെങ്കിൽ, ഖിബിലയാണെങ്കിൽ, ലോകാവസാനം വരെ ആരാധനാ കർമ്മങ്ങൾ, സംസ്കാരം പഠിപ്പിക്കാൻ വന്ന അന്ത്യപ്രവാചകൻ ആ നാട്ടുകാരൻ തന്നെയാവണമെന്ന് അള്ളാഹുവിന്റെ അസലിയായ തീരുമാനം. പുണ്യ നബി അവിടെ നിന്നാ വരുന്നത്. ഇനി അവർക്ക് ശേഷം വേറെ നബിയില്ലല്ലോ. അതുകൊണ്ട് ആരാധനയുടെ ദിശ ഖിബിലയിലേക്ക്, മക്കയിലേക്ക്, സംസ്കാരങ്ങളുടെ നേതാവ്, ആശയങ്ങളുടെ, മൂല്യങ്ങളുടെ സരളമായ, വളരെ സൗമ്യമായ, അതിസുന്ദരമായ സംസ്കാരത്തിന്റെ മനോഹരമായ ആ ഒരു കുത്തിയൊഴുക്ക്, അതിന്റെ തുടക്കവും മക്കയിൽ തന്നെ, വിശുദ്ധ ജബലുൻ നൂറിൽ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പ്രവാചകന്മാർ ആ മക്കയിലേക്ക് ഒഴുകുകയായിരുന്നു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാദിൽ അസ്റഖിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു സുഹാബികളെ, അയ്യു വാദിൻ ഹാദാ, ഈ താഴ്വര ഏത് താഴ്വരയാണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു വാദിൽ അസ്റഖ്, ഇത് നീല താഴ്വരയാണ്. അസ്റഖ് എന്ന ആ സ്ഥലത്തിന്റെ പേര് വാദിൽ അസ്റഖ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞുവല്ലോ, കഅന്നീ ബിനബിയില്ലാഹി മൂസ ഇബ്നു ഇമ്രാൻ, അല്ലാഹുവിന്റെ റസൂലും കലീമുള്ളയുമായ മൂസാ നബി അലൈഹിസ്സലാം ഈ വാദിൽ അസ്റഖിന്റെ താഴ്വരയിലൂടെ വഹുവ യുലബ്ബി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. തൽബിയത്ത് ചൊല്ലി അങ്ങകലെ ആഫ്രിക്കയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം യഹുജ്ജൽ ബൈത്തുൽ അതീഖ്, കഅബാലയത്തെ ലക്ഷ്യമാക്കി വാദിൽ അസ്റഖിലൂടെ ഒരു ഒട്ടകപ്പുറത്ത് വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. സ്വഹാബികളെ, ഹബീബിന്റെ നരേറ്റീവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, മൂസാ നബിയെ ഞാനിതാ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. BC 3000 കഴിഞ്ഞു പോയ നബിയാണ് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഞാനിതാ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ വാദിൽ അസ്റഖിൽ ഒരു ഒട്ടകപ്പുറത്ത് പരുത്തിയുടെ 2 പുതപ്പ്, ഒരു പുതപ്പ് തോളിലും ഒരു പുതപ്പ് അരമുണ്ടായും ഉടുത്തുകൊണ്ട്, ഒരു ഒട്ടകത്തിന്റെ, മഹാന്റെ ഒട്ടകത്തിനൊരു മൂക്ക് കയറുണ്ട്. ഖിതാമുഹാ ലീഫുൻ, ഈത്തപ്പനയുടെ നാരുകൊണ്ടുണ്ടാക്കിയ കയറ്
മൂക്ക് കയറുള്ള ഒരു ഒട്ടകപ്പുറത്ത് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി ഈ വഴിയിലൂടെ കടന്നു വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചുകൂടെ നടന്ന് ഒരു ദൂരമെത്തിയപ്പോൾ തങ്ങൾ ചോദിച്ചു, സ്വഹാബികളെ ഇതെവിടെയാണ്? അയ്യു സനിയത്തിൻ ഹാദിഹി, ഈ മലയുടെ പേരെന്താണ്? സനിയത്തു ഹർഷ, ഇത് ഹർഷ എന്ന് പറയുന്ന കുന്നാണല്ലോ നബിയെ. ജുഹ്ഫ എന്ന മീഖാത്തിന്റെ അടുത്തുള്ള കുന്നാണ് ഹർഷ എന്ന് പറയുന്ന കുന്ന്. ആ കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കടൽ കാണാൻ പറ്റും. പുണ്യ നബി പറഞ്ഞു, ഈ ഹർഷ കുന്നിനെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ. ഈ കുന്നിന്റെ താഴ്വരയിലൂടെയാണ് മഹാനായ പ്രവാചകൻ മത്സ്യത്തിന്റെ വയറ്റിൽ 40 ദിവസം കിടന്ന യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാം, നീനവക്കാരനായ യൂനുസ് നബി ഹർഷ കുന്നിന്റെ മുകളിലൂടെ വലഹു ജുആറും ബിത്തൽബിയ ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി ഖണ്ഡമിടറി തൊണ്ടയിടറിക്കൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ലബ്ബൈക ചൊല്ലി വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. സ്വഹാബികളെ, അമ്പിയാക്കന്മാർ വരികയാണ് ശുദ്ധമായ മക്കയിലേക്ക്. വാദി അസ്ഫാനിൽ എത്തിയപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, യാ അബൂബക്കർ അയ്യു വാദിൻ ഹാദാ, ഇത് ഏത് താഴ്വരയാണ് സിദ്ദീഖേ റളിയല്ലാഹു അൻഹു? മഹാൻ പറഞ്ഞു, നബിയേ വാദി അസ്ഫാൻ, ഇത് വാദി അസ്ഫാൻ ആണല്ലോ നബിയേ. കഅന്നി ബിനബിയില്ലാഹി സ്വാലിഹ് അലൈഹിസ്സലാം വനബിയില്ലാഹി ഹൂദ് അലൈഹിസ്സലാം. ആദ് സമൂദ് ഗോത്രങ്ങളിലേക്ക് വന്ന സമൂദ് ഗോത്രത്തിലേക്ക് വന്ന സ്വാലിഹ് നബിയും ആദ് സമൂഹങ്ങളിലേക്ക് വന്ന ഹൂദ് നബിയും വാദി അസ്ഫാനിലൂടെ ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി കരഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്ന് ലോകത്തിന്റെ ഗുരു വഹയിന്റെ വെളിച്ചത്തിൽ ഈ ഉമ്മത്തിന് പറഞ്ഞു തരികയാണ്. അമ്പിയാക്കന്മാർ ഒഴുകുകയാണ്. ആ താഴ്വരയെ കാണിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഇതാ ഈ താഴ്വരയിലൂടെ 70 നബിമാർ തൽബിയത്ത് ചൊല്ലി അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് കഅബാലയത്തിലേക്ക് വന്നിട്ടുണ്ട്. കഅബയെ പ്രദക്ഷിണം ചെയ്യാൻ, തവാഫ് ചെയ്യാൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ. ഹജ്ജ ആദം അലൈഹിസ്സലാം 70 ഹജ്ജതൻ റാജിലൻ എന്ന ഹദീസിലുണ്ട്. ചില റിവായത്തിൽ 40 അല്ല 70 തവണ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം. 70 തവണ. താരീഖ് മക്കയിൽ അതിൽ സംബന്ധമായ റിവായത്തുകൾ കാണാൻ കഴിയും. 70 തവണ റാജിലൻ, അതും നടന്നുകൊണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം 1000 വർഷം ജീവിച്ച നബിയാണ്. നമ്മുടെ വല്ലിപ്പ ആദം അലൈഹിസ്സലാം 1000 വർഷത്തെ ആയുസ്സുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട്, ചരിത്രം അതാണ്. നൂഹ് നബി അലൈഹിസ്സലാം 1000-ലേറെ കൊല്ലം ജീവിച്ചിട്ടുണ്ട്. 950 കൊല്ലം ദഅവത്ത് തന്നെ. നുബുവത്ത് കിട്ടുന്നത് 300-ാം കൊല്ലം. കപ്പലൊക്കെ നങ്കൂരമിട്ടതിന് ശേഷവും ഏകദേശം 400 കൊല്ലം ജീവിച്ച് മരണപ്പെട്ട നബിയാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. അമ്പിയാക്കന്മാർ കടന്നുപോയ മണ്ണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വല്ലിപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മിച്ചത്. അതുണ്ടാക്കിയത് ആരെന്നറിയുമോ? മലായിക്കത്തുകൾ. ആദ്യത്തെ കെട്ടിടം പണിതത് ആരെന്നറിയുമോ? ആദം നബി അലൈഹിസ്സലാം മലക്കുകളുടെ സഹായത്തോടുകൂടെ. ആദം നബി ഹജ്ജ് കഴിഞ്ഞപ്പോ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ മലക്കുകൾ റുക്നുൽ യമാനിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു, ബിർറ ഹജ്ജുക യാ ആദം, ആദം നബിയെ അള്ളാഹു നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ. ലഖദ് ഹജ്ജനാ ഖബ്ലക ബി2000 ആം, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ ഹജ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആദം നബിയെ എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ ആദം നബിയോട് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കഅബാലയം ഒരു ചെറിയ സംഭവമല്ലെന്ന് മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ഫീഹി ആയാതും ബയ്യിനാത്ത്, ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فيه آيات بينات مقام إبراهيم
വമൻ ദഖലഹു കാന ആമിനാ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. പ്രപഞ്ചം പടച്ചതു തന്നെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനത്രേ. കുന്തു കൻസൻ മഖ്ഫിയ ഫഅഹ്ബബ്തു അൻ ഉഅറഫ്. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുകയാണ്, ഞാൻ ആരാരും അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു. ഞാൻ അറിയപ്പെടണമെന്ന് കൊതിച്ചപ്പോഴാണ് ഫഖലഖ്തുൽ ഖലായിഖ്, എല്ലാ സൃഷ്ടികളെയും ഞാൻ സൃഷ്ടിച്ചത്. അല്ലാഹുവിനെ പറ്റി ചിന്തിക്കുന്നത് പോലും ബിവൽജറിങ്, നമ്മൾ അന്തം വിട്ടു പോകും. അതുകൊണ്ടാണ് ഇലാഹ് അലിഹയ ഇലഹു എന്ന് പറഞ്ഞാൽ തന്നെ അന്തം വിട്ടു പോകുന്ന. അല്ലാഹുവിന് അൽ ഇലാഹാണ് അല്ലാഹു. റബ്ബിനെ കുറിച്ച് പറയുന്നതും ചിന്തിക്കുന്നതും മനുഷ്യ ബുദ്ധിയെ തന്നെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. ലോകത്തേക്ക് മുഴുവൻ പോസിറ്റീവ് എനർജി പ്രസരണം ചെയ്യുന്ന പ്രഭവ കേന്ദ്രമാണ് മക്ക, അല്ലെങ്കിൽ വിശുദ്ധമായ കഅബാലയം. ഇന്ന അവ്വല ബൈത്തിൻ, ആദ്യത്തെ ഭവനം അവിടെയാണ്. ഏത് ഭവനം? വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. ബറക്കത്തുള്ള മക്കയിലെ ബറക്കത്തുള്ള അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ആദ്യം സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് കഅബ. ആ കഅബയാണ് ബാക്കി എല്ലാ ആരാധനകളുടെയും ഖിബില. ആദം നബിയെ പടച്ചപ്പോൾ അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം, ആദം നബിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യണമേ. മലക്കുകളുടെ സുജൂദിന്റെ ഖിബിലയായിരുന്നു അപ്പോ ആദം നബി അലൈഹിസ്സലാം. മലക്കുകളുടെ സുജൂദിന്റെ ഖിബിലയായിരുന്നു ആദം നബി. സുജൂദ് ആർക്കാണ്? അല്ലാഹുവിനാണ്. അല്ലാഹു ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് എന്തേ? ആദം നബി മലക്കുകളുടെ സുജൂദിന്റെ ഖിബിലയാണ്. എന്നാൽ ആദം അലൈഹിസ്സലാമിന്റെ സുജൂദിന്റെ ഖിബില അത് കഅബയാണ്. എത്രയാണ് കഅബയുടെ മഹത്വം! ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ല, ഒരുപാട് തവണ കഅബാലയം കാണാൻ, അഷ്റഫുൽ ഖൽഖിനെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആരൊക്കെയാണോ ഈ വർഷം ഹജ്ജിന് പോയത്, പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാഹുവേ അവരുടെയൊക്കെ ഹജ്ജുകൾ നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ റബ്ബേ. ഞങ്ങൾക്കും അവിടങ്ങളിലെത്താൻ നീ ഒരുപാട് തവണ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജനങ്ങൾക്ക് വേണ്ടി ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനമാണത്. ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും പോസിറ്റീവ് എനർജി, ലോകത്തിന് മുഴുവനും ഗൈഡൻസ്, ലോകത്തിന് മുഴുവനും പയനിയർ, വഴികാട്ടിയായി വഴി കാണിച്ചു കൊടുക്കുന്ന, ലോകത്തിന് മുഴുവനും മാർഗദർശനം നൽകുന്ന അല്ലാഹുവിന്റെ ഭവനമാണ് കഅബാലയം. കഅബാലയം ചുമരുകളും കഅബാലയത്തിന്റെ പരിശുദ്ധമായ കവാടവും കഅബാലയത്തിന്റെ മൂലയിലുള്ള ബാബുൽ കഅബയുടെ തൊട്ടരികത്തുള്ള ഹജറുൽ അസ്വദ്, അതിന് മുമ്പിൽ കിടക്കുന്ന മഖാമു ഇബ്രാഹിം, തൊട്ടിപ്പുറത്ത് കിടക്കുന്ന സംസം കിണർ, ഹസീം എന്ന് പറയുന്ന ഹിജ്ർ ഇസ്മായിൽ, തൊട്ടരികത്തുള്ള രണ്ട് ചെറിയ കുന്നുകൾ സഫയും മറുവയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണത്രേ. മക്കയെ പറ്റി പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു, ഫീഹി ആയാതും ബയ്യിനാത്ത്, ഇവിടെ വ്യക്തമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ദൃഷ്ടാന്തം അല്ലാഹു എടുത്തു പറഞ്ഞു. അതേതാണെന്നറിയോ? മഖാമു ഇബ്രാഹിം. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന ഒരു കല്ലാണ്. മഖാമു ഇബ്രാഹിം. കഅബാലയം പടുത്തുയർത്താൻ നമ്മളൊരു കല്ലിന്റെ പുറത്ത് നിന്നാൽ നമ്മുടെ ഫുട് പ്രിന്റ് ഒന്നും ആ കല്ലിൽ പതിയോ? നമ്മുടെ കാലങ്ങ് പതിയുന്നുണ്ടോ കല്ലിൽ? ഇല്ലല്ലോ. അല്ലെ ചെളിയിലും ചവിട്ടിയാൽ പതിഞ്ഞേക്കാം അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല്, അതിന്റെ അടയാളം അല്ലാഹു പിടിച്ചു വെച്ചു. എന്തിനെന്നറിയോ? ഫീഹി ആയാതും ബയ്യിനാത്ത്.
ഏതൊരു മനുഷ്യനും ഇസ്ലാം സത്യമാണെന്നും അത് യാഥാർത്ഥ്യമാണെന്നും അല്ലാഹു എന്നത് സർവേശ്വരനായ റബ്ബ് അല്ലാഹു ഹഖ്ഖുൻ വന്നബിയ്യൂന ഹഖ്ഖുൻ വസ്സിറാത്തു ഹഖ്ഖുൻ വൽമീസാനു ഹഖ്ഖുൻ വൽജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, ഇതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ അല്ലാഹു മക്കയിൽ വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. മക്കയിൽ ദശലക്ഷക്കണക്കിന് ഗാലൻ വെള്ളം, ദശലക്ഷക്കണക്കിന് ഗാലൻ വെള്ളം, അങ്ങനെ തന്നെ ഞാൻ പറയുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. അത്രയും വെള്ളം എടുത്തിട്ട് പോലും ഉറവ പറ്റാത്ത സംസം എന്ന കിണറ് അള്ളാഹുവിന്റെ ഹബീബല്ലയോ പഠിപ്പിച്ചത്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിനാൽ ഉണ്ടായ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഇളം കാലുകൾക്കടിയിൽ അണപൊട്ടി ഒഴുകിയ ആ ഒരു ഉറവയാണ് ഇന്നും നിലനിൽക്കുന്നത്. ദൃഷ്ടാന്തമല്ലേ ഇത്? ദൃഷ്ടാന്തമല്ലേ ഇത്? ഒരു ഫിൽറ്റർ പോലും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധം മരുഭൂമിയിലെ ഏറ്റവും കൂടുതൽ മിനറൽസ് അടങ്ങിയ വെള്ളം. എന്നിട്ട് പറഞ്ഞു പുണ്യനബി, നിങ്ങൾ കുടിക്കണേ, മാഉ സംസം ലിമാ ശുരിബല, നിങ്ങൾ എന്ത് ഖൽബിൽ നിയ്യത്ത് ചെയ്ത് കുടിക്കുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയവുമായി ബന്ധിക്കാൻ കഴിയുന്ന ജലമാണത്. അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകും, നിങ്ങൾക്ക് ശിഫ കിട്ടും, ആഗ്രഹങ്ങൾ നിറവേറുമെന്ന് നബി തങ്ങൾ ഏതുദ്ദേശിച്ച് കുടിക്കുന്നുവോ അതിനുള്ളതാണ് സംസം. മാഉ സംസം ലിമാ ശുരിബല, ദൃഷ്ടാന്തമല്ലേ? ഇന്ന് ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും സംസം. ആർക്കും മറച്ചു പിടിക്കാനില്ലാത്ത യാഥാർത്ഥ്യമല്ലേ അത്? മനുഷ്യരാശിയുടെ തുടക്കം മുതൽ നിലനിൽക്കുന്ന റബ്ബിന്റെ ഭവനമാണ് കഅബാലയം. അതിന്റെ പഴക്കം നോക്കിയാൽ ആയിരക്കണക്കിന് കൊല്ലങ്ങളാണ് അതിന്റെ അസ്ഥിവാരം. കഅബാലയത്തിന്റെ മൂലയിലുണ്ട് ഒരു കല്ല്, അൽ ഹജറുൽ അസ്വദ്. അതൊരിക്കലും ഭൂമിയിലെ കല്ലല്ല. ഭൂമിയിലെ കല്ലുകളുമായി അതിന് സാദൃശ്യവും ഇല്ല. 2000 കല്ലുകളുടെ മ്യൂസിയം ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. 2000 കല്ലുകൾ, 2000 മതിയാവുമെന്ന് എനിക്ക് ഓർമ്മയില്ല, 2000 മിനിമം ഉണ്ട്. ലണ്ടൻ സിറ്റിയിൽ തന്നെ ഉണ്ട് മ്യൂസിയം, അവിടെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഉണ്ട്. 2000 കല്ലുകൾ. നമ്മൾ നടന്ന കല്ലിന്റെ പേര് വായിച്ചു മടുക്കും. ഈ കല്ലുകളിൽ, ഭൂമിയിൽ കാണപ്പെട്ട കല്ലുകളിൽ ഒരു കല്ലിനോടും സാദൃശ്യമില്ലാത്തതാണ് ഹജറുൽ അസ്വദിന്റെ കല്ലെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഭൂമിയിലെ ഒരു കല്ലുമായും സാദൃശ്യമില്ല. അതിന്റെ യാഥാർത്ഥ്യമാണ്. സംസം പഠനങ്ങൾ നടന്ന വെള്ളമാണ്. ഹജറുൽ അതൊന്നും അന്ധവിശ്വാസമല്ല മുസ്ലിമീങ്ങളുടേത്, അതല്ലേ നമ്മുടെ അഭിമാനം. ഫീഹി ആയാതും ബയ്യിനാത്ത്, ഇത് ദൃഷ്ടാന്തമാണ്. ഭൂമിയിൽ കഅബാലയത്തിന്റെ ചുറ്റും നിങ്ങൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നേർ മുകളിൽ അൽ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന സമാഉസ് സാബിഅയുടെ മീതെയുള്ള 7ാം ആകാശം എന്ന് ഖുർആൻ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരുപക്ഷെ സയൻസ് കണ്ടെത്താൻ പോകുന്നത് അടുത്ത നൂറ്റാണ്ടിലോ ഇനി 500 കൊല്ലം കഴിഞ്ഞിട്ടോ 1000 കൊല്ലം കഴിഞ്ഞോ നമുക്കറിയില്ല, അതല്ല തൊട്ടടുത്ത കാലത്തോ. ആകാശം എന്ന 1ാം ആകാശം എവിടെയെന്ന് പോലും സയൻസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ 7 ആകാശങ്ങളുണ്ടെന്നും സബ്അ സമാവാതിൻ ത്വിബാഖാ, ഒന്നിനു മീതെ മറ്റൊന്നായി 7 ആകാശങ്ങളെ പടച്ചവനാണ് അല്ലാഹു. ഒരു ബോളിന്റെ ബ്ലാഡർ പോലെ എല്ലാ ഭാഗത്തുനിന്നും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു കവചം. 1, 2, 3, അങ്ങനെ 7. അതിന്റെ മുകളിൽ കിടക്കുന്ന അൽ ബൈത്തുൽ മഅമൂർ എന്നൊരു കഅബയുണ്ട്. അത് ആകാശത്തെ കഅബയാണ്. ആ കഅബയിൽ അൽഹംദുലില്ലാ ഒരുപാട് സഹോദരിമാർ പരിപാടിക്ക് ഉണ്ടെന്നാ പറഞ്ഞത്. 3-4 സെക്ഷനായിട്ട് ഇരിക്കും സ്ഥലം. മാഷാ അല്ലാ, അവർക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ടല്ലോ അല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. 7ാം ആകാശത്തിനപ്പുറത്തുള്ള അൽ ബൈത്തുൽ മഅമൂറിന്റെ നേർരേഖയിലാണ് കഅബം നിലനിൽക്കുന്നത്. ഭൂമി കറങ്ങുകയാണെങ്കിലും ആകാശലോകങ്ങൾക്ക് അതിനനുചിതമായ ചലനമോ അതിനനുചിതമായ മൂവ്മെന്റുകളോ ഉണ്ടായിരിക്കണം. അപ്പോഴാണല്ലോ നേരെയാവുക. തങ്ങൾ പറഞ്ഞു, കഅബയൻ ബൈത്തുൽ മഅമൂറെങ്ങാനും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുകയാണെന്ന് സങ്കല്പിച്ചാൽ അത് വീഴുന്നത് ഭൂമിയിലെ കഅബയുടെ മുകളിലായിരിക്കും. താഴെ മനുഷ്യന്മാർ, ഭൂമിയിൽ ആകാശലോകത്ത് മലക്കുകൾ. അവിടെ തവാഫ് ചെയ്യുന്ന ആളുകൾ എത്രയാണെന്നറിയോ? ആകാശലോകത്ത് 70,000 മലക്കുകൾ. ഫീ കുല്ലി യൗമിൻ
ഓരോ ദിവസവും ബൈത്തുൽ മഅമൂർ എന്ന കഅബയുടെ അതേപോലെയുള്ളൊരു പള്ളി 7 ആകാശങ്ങൾക്കപ്പുറത്ത് ആ മസ്ജിദ് നബി തങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞു. അവിടുത്തെ മിഅ്റാജിന്റെ യാത്രയിൽ, മിഅ്റാജ് യാത്രയിൽ തങ്ങളത് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിനെ തന്നെയാണ് സത്യം. ഖുർആൻ സത്യം ചെയ്തു. വൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിനെ തന്നെയാണ് സത്യം. ആ ബൈത്തുൽ മഅമൂർ എങ്ങാനും താഴെ വീഴുകയാണെങ്കിൽ അത് വീഴുന്നത് കഅബാലയത്തിന്റെ മുകളിലേക്ക് നേർരേഖയിലായിരിക്കും അത്രേ. മേലെ മലക്കുകൾ തവാഫ് ചെയ്യുന്നു, താഴെ മനുഷ്യർ തവാഫ് ചെയ്യുന്നു, ജിന്നുകൾ തവാഫ് ചെയ്യുന്നു, അള്ളാഹുവിന്റെ മലക്കുകളും ഭൂമിയിൽ വരുന്നു. ഇങ്ങനത്തെ ഒരു ലോകം, ഭൗതികതയുടെ ഒരു ചിന്തകളും തൊട്ടു തീണ്ടാത്ത ആത്മീയതയുടെ കടലിൽ ലയിക്കാൻ കഴിയുന്ന ഒരിടം ഭൂമിയിലുണ്ടെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് മക്കയാണ്, കഅബയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാണ്. ആ പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് റബ്ബ് പറഞ്ഞൊരു വാക്കുണ്ട്. ഇബ്രാഹിം നബിയെ ജനങ്ങളോട് ഹജ്ജ് ചെയ്യാൻ വരാൻ പറയണം. ഇബ്രാഹിം നബി ചോദിച്ചു, റബ്ബേ, മനുഷ്യരാരുമില്ലാത്ത ഈ നാട്ടിൽ ഞാൻ ഈ സഫയുടെ മുകളിൽ കയറി ജനങ്ങളോട് വരണം എന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? ഇവിടെ മനുഷ്യന്മാരില്ലല്ലോ. ഇബ്രാഹിം നബിയെ അലൈക നിദാ വഅലൈനൽ ബലാഗ്, നിങ്ങളത് വിളിച്ചു പറഞ്ഞാൽ മതി, അത് കേൾപ്പിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്, അല്ലാഹുവിന്റെ. അങ്ങനെ ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നല്ലാഹ യദ്ഉകും ഇലൽ ബൈത്തിൽ അതീഖ്, ജനങ്ങളെ, അല്ലാഹു നിങ്ങളോട് ഈ വിശുദ്ധമായ ഭവനം, അതിവിശിഷ്ടമായ റബ്ബിന്റെ വീട് സന്ദർശിക്കണമെന്ന് അല്ലാഹു നിങ്ങളോട് പറയുന്നു, വരേണമേ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, റബ്ബേ, ഞങ്ങൾ ഇതാ നിനക്ക് 2 തവണ ഉത്തരം നൽകുന്നു റബ്ബേ. ഒന്നാമത്തെ ഉത്തരം, ഇബ്രാഹിം നബി വിളിച്ച് ആ നേരത്തെ ഉപ്പമാരുടെ മുതുകിൽ കിടക്കുന്ന റൂഹുകളായി കിടക്കുന്ന മക്കള്, തലമുറകൾ, ലക്ഷക്കണക്കിന് മനുഷ്യർ, ആർക്കൊക്കെയാണോ അത് കേൾക്കാൻ ഭാഗ്യമുണ്ടായത്, അവര് അവിടെ എത്തിയിരിക്കും, അള്ളാഹുവിന്റെ ഭവനം കണ്ടിരിക്കും. ഇല്ലേ? കാണാൻ അവസരം ഉണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? ദുന്യാവിൽ നമ്മളത് ആഗ്രഹിക്കാത്തത് കൊണ്ട്. അങ്ങനെയാണ് കച്ചവടക്കാർ, ജോലി ചെയ്യുന്നവര്, നമ്മള് ജോലി ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ നിയ്യത്ത് ചെയ്യണം, ആദ്യം എനിക്ക് ഹജ്ജിന് പോകാനുള്ള പൈസ ഉണ്ടാക്കണം, എനിക്ക് ഹജ്ജിന് പോകണം, ലക്ഷ്യം ഹജ്ജാവട്ടെ, പിന്നെ വീടുണ്ടാക്കണം, കുട്ടികളെ കെട്ടിക്കണം, അതൊക്കെ എൻ്റെ പിന്നിൽ വന്നി, ആദ്യം എനിക്ക് ഹജ്ജ് ചെയ്യണം. ഹജ്ജ് പിന്തി ചെയ്താൽ മതി. പക്ഷെ നേരത്തെ നമുക്കിനി എന്ത് അസുഖമാണ് വരിക, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒന്നും അറിയില്ലല്ലോ. നേരത്തെ പറ്റുമ്പോൾ, ആരോഗ്യമുള്ള സമയത്ത് തന്നെ നേരത്തെ ചെയ്യലാവും ഇപ്പോൾ നല്ലതെന്ന് തോന്നുന്നു. യാ അല്ലാഹ്, അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ. അള്ളാഹു ചാല പറയട്ടെ, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ, നിങ്ങൾക്ക് മക്കയിലേക്ക് വരാൻ കഴിയുമോ, നിങ്ങൾ എനിക്ക് വേണ്ടി വന്നേ പറ്റൂ. ഇസ്ലാം കാര്യങ്ങൾ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ്. ഒന്ന് ഷഹാദത്താണ്. നമ്മൾ എന്ത് വാക്ക് പറഞ്ഞാലും ഷഹാദത്ത് പറയൽ നിർബന്ധമാണ്. മുസ്ലിമായി ജനിച്ചവർക്ക് അതിന്റെ ആവശ്യമില്ല, അവര് മുസ്ലിം ബൈ ബർത്ത്, ജന്മം കൊണ്ട് മുസ്ലിമീങ്ങളാന്ന് പറയുന്നു. നിസ്കാരം അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. എത്ര തിരക്കെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അള്ളാഹുവിന് വേണ്ടി ഈ സമയം കൊടുത്തേ പറ്റൂ. പിന്നെ നോമ്പ്, ഭക്ഷണം എത്ര ഹലാലായ ഭക്ഷണമല്ലേ ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹുവിനെ വിചാരിച്ചിട്ട് ഭക്ഷണം മാറ്റിവെച്ച് പട്ടിണി കിടന്നേ പറ്റൂ റമദാനിൽ. 3, പൈസ എന്റേതല്ലേ, ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഒക്കെ ശരിയാണ്, അള്ള പറയുന്ന സകാത്ത് കൊടുക്കണം, നീ ഇത് കൊടുത്തേ പറ്റൂ. 5-ാമത്തേത് ഹജ്ജാണ്. നിങ്ങൾക്ക് എവിടെയും യാത്ര പോകാം, ഏത് വണ്ടിയിലും പോകാം, എങ്ങനെയും ആവാം, പക്ഷേ ഒരിക്കൽ എൻ്റെ വീട്ടിലേക്ക് വരണം നിങ്ങൾ. അള്ളാഹു വിളിച്ചിരിക്കുകയാണ്, അതിഥികളായി നമ്മൾ വിളിച്ചിരിക്കുകയാണ്. അള്ളാഹു വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതൊരു വല്ലാത്ത പോക്കാണ്. ഒരു അതിഥിയായി പോകുന്നതും വെറുതെ കയറി ചെല്ലുന്നതും ഒരുപോലെയാണോ? അല്ലല്ലോ. അള്ളാഹു നിങ്ങൾക്ക് പറ്റുമോ എൻ്റെ അടുത്ത് വരണം. നിങ്ങൾ മലേഷ്യ പോയിക്കോ, സിംഗപ്പൂർ പോയിക്കോ, നിങ്ങൾ അമേരിക്കയ്ക്ക് പോയിക്കോ, എവിടെ യാത്ര, എനിക്ക് വേണ്ടി ഒരു വരവ് നിങ്ങൾ വന്നേ പറ്റൂ. എനിക്ക് വേണ്ടി മക്കയിലേക്ക് ഒരു വരവ് നിങ്ങൾ വരണം. പുണ്യ നബിയെ മദീനയിൽ പോയി സന്ദർശിക്കണം, അവിടത്തോട് സലാം പറയണം. അള്ളാഹു നിശ്ചയിച്ചതാണ്, ഇതിൽ കോംപ്രമൈസ് ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, അള്ളാഹുവിന് ഇഷ്ടമുള്ളിടത്തൊക്കെ, പടച്ചവനെതിരെ ചെയ്യാതെ, തെറ്റു ചെയ്യാതെ നിങ്ങൾക്ക് പറ്റുന്നിടത്തൊക്കെ യാത്ര പോയിക്കോ, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വേണ്ടി ഒരു യാത്ര നിർബന്ധമാണ്.
എനിക്ക് വേണ്ടി നിങ്ങളുടെ സകാത്ത് നിർബന്ധമാണ്. എനിക്ക് വേണ്ടി റമദാനിൽ നിങ്ങൾ നോമ്പെടുത്തേ പറ്റൂ. എനിക്ക് വേണ്ടി 5 നേരം സമയം നിങ്ങൾ മാറ്റിവെച്ചേ പറ്റൂ. അള്ളാഹു ഫർളാക്കിയതാണ് ഇതൊക്കെ. എന്തിനറിയോ? നമ്മളും അള്ളാഹുവും തമ്മിൽ നമ്മുടെ ഫൈനാൻസ് അള്ളാഹുമായി ബന്ധിച്ചു. സകാത്ത് വരുമ്പോൾ നമ്മുടെ ട്രാവൽ, നമ്മുടെ ബോഡി, നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്സ് എല്ലാം അള്ളാഹുമായി ബന്ധിച്ചു കഴിഞ്ഞു. ഹജ്ജിനൊക്കെ പോകണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? നമ്മുടെ ശരീരം, നമ്മുടെ സമയം എല്ലാം അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന വലിയൊരു പ്രതിഭാസം. ഹജ്ജിന്റെ അത്ഭുതം അതാണ്. യാ അല്ലാഹ്. എന്നിട്ട് അള്ളാഹു പറയട്ടെ, ഇനി ആരെങ്കിലും ഞാൻ ഹജ്ജിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു വിചാരിക്കുക, എന്താ നടക്കുക? ഒരാൾ എനിക്ക് സൗകര്യമൊക്കെ ഉണ്ട്, ഞാൻ പോവില്ല. അള്ളാഹു പറയും, നോക്കണേ, ومن كفر فإن الله غني عن العالمين ولله على الناس حج البيت من استطاع إليه سبيلا. വഴിയാലും തടിയാലും പൈസയാലും നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഹജ്ജ് ചെയ്തേ പറ്റൂ. വമൻ കഫറ, എന്നാൽ ആരെങ്കിലും നന്ദികേട് ചെയ്യുകയാണെങ്കിൽ, ആരോഗ്യം അല്ലാഹു കൊടുത്തു, പൈസ കൊടുത്തു, വാഹനം, ട്രാവൽ ചെയ്യാനുള്ള സൗകര്യം, പൈസ ഒക്കെ ഉണ്ട്, ഒരാൾ തീരുമാനിച്ചു ഞാൻ പോകുന്നില്ല, എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കൂല. അള്ളാഹുവിന് നിങ്ങളെ ആവശ്യമില്ല കേട്ടോ. അള്ളാഹു മുതലാളിയാണ്. ഗനിയുൻ അനിൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും ഹജ്ജ് ബഹിഷ്കരിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹു തആല അവന്റെ മലക്കുകളെ ഇറക്കിയിട്ട് തവാഫ് ചെയ്യിപ്പിക്കുമെന്നാണ്. കൊറോണ സമയത്തോടെ ക്ലോസ് ചെയ്ത സമയം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ മലക്കുകളോടെ ഇറങ്ങിയിട്ടുണ്ട് അള്ളാഹുവിന് കഅബക്ക് തവാഫ് ചെയ്യാൻ. അങ്ങനെ തന്നെ ഹദീസിലുണ്ട്, കഅബയെങ്ങാനും തവാഫ് ചെയ്യാൻ മനുഷ്യരില്ലാതെ വരികയാണെങ്കിൽ അള്ളാഹു 70,000 മലക്കുകളെ ഓരോ ദിവസത്തേക്കും വേണ്ടി ഭൂമിയിൽ ഇറക്കുമെന്ന് പുണ്യനബിയുടെ ഹദീസുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങനെ കൊറോണയുടെ സമയത്ത് ആലോചിച്ചപ്പോഴാണ് ഈ ഹദീസിന്റെ പ്രാധാന്യം മനസ്സിലായത്. പടച്ചോനെ, മനുഷ്യന്മാർക്ക് ആർക്കും എത്തിപ്പെടാത്തൊരു സമയം വന്നല്ലോ. അതാ അള്ളാഹു ആ ഗ്യാപ്പ് അവിടെ പരിഹരിക്കുന്നുണ്ടെന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കഫറ, എൻ്റെ മക്കയെ ആര് വേണ്ടെന്ന് പറഞ്ഞാൽ, എൻ്റെ ഹബീബിൻ്റെ അടുത്ത് ആര് വരുന്നില്ല എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ കറങ്ങുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അവർ ലോകം മുഴുവൻ കറങ്ങാണ്. അവർ ബ്ലോഗേഴ്സ് ആയിരിക്കും, അല്ലാത്തവരായിരിക്കും, എന്തോ ആകട്ടെ, എവിടേക്കും പോകാൻ സമയമുണ്ട്. എൻ്റെ മക്കച്ചേക്ക് അവർ വരില്ല എന്ന് അവർ പറയുകയാണെങ്കിൽ അവരറിഞ്ഞോട്ടെ, അള്ളാഹു മുതലാളിയാണ്. അള്ളാഹു നിങ്ങളുടെ വരവും കാത്തിരിക്കുന്ന ദരിദ്രനല്ല. അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ വരേണ്ട ആവശ്യം അള്ളാഹു തആലാക്കില്ല. വന്നാൽ നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് പ്രതിഫലം. ഇല്ലേ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങളത് അനുഭവിക്കേണ്ടി വരും. ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറുൽ അസ്വദിനെ മുത്തി മണക്കുകയാണ്. പുണ്യനബി തങ്ങൾ, ആ വിശുദ്ധമായ കല്ല് സ്വർഗ്ഗത്തിലെ കല്ലാണ്.